പ്രതിഷേധജ്വാലയായി സിഒഎ പ്രക്ഷോഭം. പ്രാദേശിക ചാനലുകളെ ഇല്ലാതാക്കാൻ കുത്തക കമ്പനികൾക്ക് കെഎസ്ഇബി ഒത്താശ ചെയ്യുകയാണെന്ന് മുൻ എംഎൽഎ ടി.യു. രാധാകൃഷ്ണൻ. മേഖലയിലെ മുഴുവൻ റോഡുകളും തകർത്ത ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതി. പൈപ്പ് സ്ഥാപിക്കാൻ കുഴികളെടുത്തത് അശാസ്ത്രീയമായെന്ന് ആരോപണം. ഗതാഗത നിയമലംഘനത്തിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. വടക്കാഞ്ചേരി ഏങ്കക്കാട് പുലിയിറങ്ങിയതായി അഭ്യൂഹം. ആശങ്കയോടെ പ്രദേശവാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വൈദ്യുതി ഭവന് മുന്നിൽ കൂട്ടധർണ നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന ധർണ മുൻ എംഎൽഎ ടി.യു. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ചാനലുകളെ ഇല്ലാതാക്കാനുള്ള കുത്തക കമ്പനികളുടെ ഗൂഢതന്ത്രങ്ങൾക്ക് കെഎസ്ഇബി ഒത്താശ ചെയ്യുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടി.യു. രാധാകൃഷ്ണൻ പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രാദേശിക ചാനലുകളുടെ നിലനിൽപ്പിന് നാട് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. സാറ്റലൈറ്റ് ചാനലുകളെയല്ല വിദേശ കുത്തകകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ കേബിൾ ടി.വി. രംഗവും കൈയടക്കുവാനാണ് അവരുടെ ശ്രമം. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും സർക്കാർ ഇടപെടലുകളും അത്യന്താപേക്ഷിതമാണെന്ന് ടി.യു. രാധാകൃഷ്ണൻ പറഞ്ഞു. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി കെ. വി. രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി. സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് പി. എ. ആന്റണി, വൈസ് പ്രസിഡന്റ് പി.എസ്.എ. ബക്കർ, മാള മേഖലാ സെക്രട്ടറി പി. എൽ. ജോണി, പുതുക്കാട് മേഖലാ സെക്രട്ടറി ഷീഫർ വെള്ളിക്കുളങ്ങര, ജോബി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അശാസ്ത്രീയമായി കാനകൾ കോരിയത് അപകട ഭീഷണിയാകുന്നു. കാനകൾ ശരിയായി മൂടാത്തതും പൊടിശല്യവും പൊതുജനത്തിന് ദുരിതമായി. ഏനാമാവ് പള്ളിനടയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ വാഹനം താഴ്ന്ന് 2.5 മണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 6ഓടെയാണ് ചാണകവുമായി വന്ന ടെമ്പോ വാൻ നടുറോഡിൽ താഴ്ന്നത്. വാനിന്റെ മുൻവശത്തെ ഒരു ടയർ പൂർണ്ണമായും കുഴിയിൽ താഴ്ന്നു. ഇതോടെ ഇരുചക്ര വാഹനങ്ങളൊഴികെ മറ്റൊരു വാഹനവും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ബസ് ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ലക്ഷ്യസ്ഥാനത്തെത്താനാകാതെ ദുരിതത്തിലായി. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ കൊണ്ടുവന്നാണ് വാൻ റോഡിൽ നിന്നും മാറ്റിയത്. ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ മേഖലയിൽ വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം കാനകൾ ബലവത്തായും സുരക്ഷിതമായും മൂടാത്തതും കാന യന്ത്രസഹായത്തോടെ കോരുമ്പോൾ മറ്റ് ശുദ്ധജല പദ്ധതികളുടെ പൈപ്പുകൾ പൊട്ടുകയും അവയുടെ കേടുപാടുകൾ തീർക്കാതെ കാന മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നത് മൂലം വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കുതിർന്ന മണ്ണിൽ വാഹനങ്ങൾ താഴുകയുമാണെന്ന് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ ജെൽസൺ തോമസ് പറഞ്ഞു. അവിടെ ബാക്കി വരുന്ന മണ്ണ് യഥാസമയം നീക്കം ചെയ്യാൻ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇന്ന് റോഡിന് ഇരുവശത്ത് താമസിക്കുന്ന ജനനിവാസികളും അതുപോലെ തന്നെ വ്യാപാരികളും അവർക്ക് കടകൾ തുറക്കാനാവാതെയും വീട്ടിൽ താമസിക്കുന്നവർക്ക് അവിടെ ജീവിക്കാനാവാത്ത രീതിയിലുള്ള പൊടിശല്യം വന്നിരിക്കുകയാണ്. 3 തവണയായി ഇവിടെ വാഹനങ്ങൾ താഴുന്നു. ഇന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് യഥാസമയം പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞായറാഴ്ച ഈ ഭാഗത്ത് തന്നെ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ ബസിന്റെ ചക്രം താഴ്ന്ന് മണിക്കൂറുകളോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മേച്ചേരിപ്പടിയിൽ നെല്ല് കയറ്റി വന്ന ലോറിയും കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ താഴ്ന്നു. റോഡിൽ അശാസ്ത്രീയമായാണ് കാന കോരി പൈപ്പുകൾ സ്ഥാപിക്കുന്നതെന്നും റോഡ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊന്നും കരാറുകാരൻ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. 2 മാസത്തോളമായി തുടരുന്ന കാനകോരലും പൈപ്പിടലും മൂലം യാത്രക്കാരും പരിസരവാസികളും രൂക്ഷമായ പൊടിശല്യവും അനുഭവിക്കുകയാണ്. നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ അടിക്കടി തുടരുമ്പോഴും അധികാരികൾ മൗനം പാലിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. TCB പാവറട്ടി. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ പെരുമ്പുഴപ്പാടത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ഗതാഗത നിയമലംഘനത്തിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് കണ്ടശാങ്കടവിലുണ്ടായ അപകടത്തിൽ അന്തിക്കാട് സ്വദേശി മണ്ടംപുള്ളി വീട്ടിൽ ഗീത മരിച്ചിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിഷോറിന്റെ നേതൃത്വത്തിൽ 5 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം കാനാണി റോഡിൽ പരിശോധനയ്ക്കെത്തിയത്. ഹെൽമറ്റ് ധരിക്കാതെ വന്നവർക്കാണ് കൂടുതലും പിഴയൊടുക്കേണ്ടി വന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ സൈലൻസറുകൾ രൂപമാറ്റം വരുത്തിയവർക്കും പിഴ ചുമത്തി. കൂൾ ഫിലിം ഒട്ടിച്ച കാറുകൾ, 3D നമ്പർ പ്ലേറ്റുകൾ, അധിക ഭാരം കയറ്റിവന്ന വാഹനങ്ങൾ തുടങ്ങിയവ പരിശോധനയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ പോലീസിനെ കാണുമ്പോൾ നമ്പർ പ്ലേറ്റ് ഉള്ളിലോട്ട് പോകുന്ന രീതി ബൈക്കുകളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ടാക്സ് അടയ്ക്കാത്ത റോഡ് റോളറും പരിശോധനയിൽ പിടികൂടി. വരും ദിവസങ്ങളിൽ ബസ് സ്റ്റാൻഡിലെത്തി എയർഹോണുകൾ ഘടിപ്പിച്ച ബസ്സുകൾക്കെതിരെ കേസെടുക്കുമെന്ന്
മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിഷോർ പറഞ്ഞു. അമിത ശബ്ദമുള്ള സൈലൻസർ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് സൈലൻസർ മാറ്റി RTOയിൽ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകുകയുണ്ടായി. എയർ ഹോൺ ഉള്ള ബസ്സുകൾ മുതലായ വാഹനങ്ങളിലാണ് നമ്മൾ ചെക്കിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. 3 എയർഹോണുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ വരെ പിടികൂടിയവയിലുണ്ട്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ തൃശൂർ കാനാണി സംസ്ഥാന പാതയിൽ മോട്ടോർ വാഹന നിയമലംഘകർക്കെതിരെ രംഗത്തുണ്ടാകും. അതേസമയം ജില്ലയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഇന്റർസെപ്റ്റർ വാഹനം തകരാറിലായത് ഇവരെ കുഴയ്ക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയകുമാർ, സുധീഷ്, അരുൺ, രജീഷ്, അജിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. TCV ന്യൂസ്, അന്തിക്കാട്. വടക്കാഞ്ചേരി എങ്കക്കാട് പുലിയിറങ്ങിയതായി അഭ്യൂഹം. ആശങ്കയോടെ പ്രദേശവാസികൾ. അകമല വനത്തിന്റെ താഴ്വാരത്തുള്ള മാരാത്തുകുന്ന് ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏങ്കക്കാട് പല സ്ഥലങ്ങളിലായി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതാണ് സംശയത്തിനിടയാക്കുന്നത്. കടുവയുടെ കാൽപ്പാടുകളുമായാണ് സാമ്യം എന്നത് ഭീതി പരത്തുന്നു. കഴിഞ്ഞ ദിവസം ഏങ്കക്കാട് CP നമ്പീശൻ റോഡിൽ നിന്നും കാട്ടുപൂച്ചയെ പിടികൂടിയിരുന്നു. എന്നാൽ കാട്ടുപൂച്ചയുടെയും കടുവയുടെയും കാൽപ്പാടുകൾ വ്യത്യസ്തമാണ്. തുടർന്നും കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് സംശയമുളവാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അകമല ടവർ നിർമ്മാണത്തിന് പോയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന TN വീട്ടിൽ ബാദുഷ അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിൽ ഏറെ നേരം കടുവയെ കണ്ടതായി പറയുന്നു. മേലേമ്പാട്ടുമുക്കിൽ 2 പുലികളെ ഒരു കുട്ടിയുമായി കണ്ടതായും അഭ്യൂഹമുണ്ട്. മാരാത്തുകുന്നിൽ ബൈക്ക് യാത്രികൻ റോഡിന് കുറുകെ പുലി ഓടിപ്പോയതായി കണ്ടിരുന്നു. ഏങ്കക്കാട് TCB റിപ്പോർട്ടർ അരുൺദാസിന്റെ വീട്ടുമുറ്റത്തും സംശയമുളവാക്കുന്ന കാൽപ്പാടുകൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഏങ്കക്കാട് പവർ ഹൗസിന് പുറകിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തും കാൽപ്പാടുകൾ കണ്ടെത്തി. എന്നാൽ വനവകുപ്പ് അധികൃതർ ചില സ്ഥലങ്ങളിൽ പൂച്ചയാണെന്നും കാട്ടുപൂച്ചയാണെന്നും ചില സ്ഥലങ്ങളിൽ നായയാണെന്നും പറഞ്ഞ് ആശങ്ക വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ്. കടുത്ത വേനൽ മൂലം വന്യമൃഗങ്ങൾ വെള്ളത്തിനായി നാട്ടിൽ ഇറങ്ങി വരുന്നതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. TCV വടക്കാഞ്ചേരി. അടുത്ത 2 ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് താപനില ഉയരാൻ സാധ്യത. കടുത്ത ചൂടിനെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൃപ്രയാർ തേവർക്ക് ക്ഷേത്രനടയിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ്. പൂരം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ തേവർക്കൊപ്പം ഉണ്ടായിരുന്ന ഭക്തർക്ക് വെണ്ടാറശ്ശേരി ക്ഷേത്രത്തിൽ പ്രസാദ കഞ്ഞി വിതരണം ചെയ്തു. തുടർന്ന് തേവർ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്നു. ദേവസ്വം അരുൺ അയ്യപ്പൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. മംഗളവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിയ തേവർ വൈകിട്ട് 5 മണിയോടെ കിഴക്കേ നടയിൽ എത്തി. തേവരെ വരവേൽക്കാൻ ഇരുകരകളിലുമായി നിരവധി ഭക്തരാണ് കാത്തുനിന്നത്. കിഴക്കേ നടയിൽ നിന്ന് സ്വന്തം പള്ളിയോടത്തിൽ തേവർ പുഴ കടന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം മകീരം പുറപ്പാട് ചടങ്ങുകൾ ആവർത്തിച്ചു. തെളിയിച്ച കൊടിവിളക്കിന് മുമ്പിൽ അലങ്കരിച്ച പീഠത്തിൽ പരവതാനി വിരിച്ച് തേവരെ പാരമ്പര്യ കഴകക്കാരൻ സ്വീകരിച്ചു. ബ്രാഹ്മണിപ്പാട്ടും പറ സമർപ്പണവും കഴിഞ്ഞ് രാത്രി 7:30 പുറത്തേക്ക് എഴുന്നള്ളിയ തേവരെ പടിഞ്ഞാറ് നടയിൽ പഞ്ചവാദ്യത്തോടെ എതിരേറ്റു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പൂർണ്ണ ഗർഭിണിയായ യുവതി മരിച്ചു. വരാക്കര പുതൂർക്കര ബൈജുവിന്റെ ഭാര്യ 33 വയസ്സുള്ള ഡിൻസിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഡിൻസിയെ ഉല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ വെച്ചാണ് മരിച്ചത്. ഗർഭസ്ഥ ശിശുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും വിജയിച്ചില്ല. അടുത്ത ആഴ്ചയാണ് ഡിൻസിയുടെ പ്രസവ ദിവസം നിശ്ചയിച്ചിരുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടൂരിൽ സെപ്റ്റിക് മാലിന്യം പാടത്ത് തള്ളിയതായി പരാതി. കാട്ടൂർ അൽബാബ് സ്കൂളിന് സമീപത്ത് തരിശായി കിടക്കുന്ന പാടശേഖരത്തിലാണ് ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ടാങ്കറിലാണ് മാലിന്യം കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തയ്യൂരിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുണ്ടത്തിക്കോട് മറോക്കി വീട്ടിൽ വില്യംസിനാണ് പരിക്കേറ്റത്. തയ്യൂർ യൂണിയൻ ഷെഡിന് സമീപമാണ് അപകടമുണ്ടായത്. തയ്യൂർ വളപ്പിൽ ടിപ്പർ ലോറി തിരിക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വില്യംസിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സ്വകാര്യ ബസ് മിനി ലോറിക്ക് പിറകിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം ബൈപ്പാസ് സിഗ്നലിന് സമീപം രാവിലെ 8:30 അപകടം. അപകടത്തിൽ ബസിന്റെ മുൻവശം തകർന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്.
അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്ത തുടർന്നു. ബിജെപിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ലഭിച്ച സുവർണ അവസരം തന്നെയായിരുന്നു ശബരിമല വിഷയമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന്റെ വീഴ്ചകൾ എന്നും പ്രതിപക്ഷത്തിന് സുവർണ അവസരം തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് ശബരിമല വിഷയം ബിജെപി ഏറ്റെടുത്തത്. കള്ളപ്പണം തിരിച്ചുപിടിക്കുകയല്ല, മറിച്ച് ജനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക എന്നതായിരുന്നു നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യം. ടോം വടക്കിന്റെ വരവ് ബിജെപിക്ക് ദോഷം ചെയ്യില്ല. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ ഭരണകക്ഷിയിൽ നിന്നും വരും ദിവസങ്ങളിൽ ചിലർ ബിജെപിയിലേക്ക് എത്തുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ രാജേഷ്, മോഹൻദാസ് എലവത്തൂർ, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നത് ദൃഢനിശ്ചയമാണെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ആലത്തൂർ മണ്ഡലത്തിൽ UDF പ്രവർത്തകരിലുള്ള ആത്മവിശ്വാസവും ഊർജ്ജവും ആവേശവും വോട്ടർമാരുടെ ഹൃദ്യമായ സ്വീകരണവും ഏറെ പ്രതീക്ഷ പകരുന്നതായി രമ്യ ഹരിദാസ് പറഞ്ഞു. UDFന്റെ പ്രവർത്തകരുടെ ചടുലമായിരിക്കുന്ന ഒരു വലിയ വ്യക്തമായി ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു ദൃഢപ്രതിജ്ഞയുണ്ട്. ആ ഒരു എനർജിയും ആ ഒരു പിന്തുണയോടും കൂടി മുന്നോട്ട് പോകുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് ഇടതുപക്ഷം വിശ്വസിപ്പിക്കുന്ന ആലത്തൂരിനെ പിടിച്ചെടുക്കാൻ എനിക്ക് UDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഒന്ന് മാത്രം മതി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കബീർ കണങ്ങോട് അധ്യക്ഷനായി. ഭാരവാഹികളായ റഷീദ് എരുമപ്പെട്ടി, KR രാധിക, KK മാത്യു, UDF നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2200 കോടിയുടെ വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടപ്പാക്കിയതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാണ് താൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനിയും ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. മതനിരപേക്ഷതയ്ക്ക് ഒരു വോട്ട് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമെന്നും PK ബിജു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. 2200ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനായി. അതിൽ പ്രധാനമായിട്ടും സ്കൂൾ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ, അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ 10 വർഷക്കാലവും പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കബീർ കടങ്ങോട് അധ്യക്ഷനായി. ഭാരവാഹികളായ KR രാധിക, റഷീദ് എരുമപ്പെട്ടി, KK മാത്യു, LDF നേതാക്കളായ TK വാസു, KT ഷാജൻ, TG സുന്ദർലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ജനത ഒരു തിരിച്ചറിവിന്റെ പാതയിലാണെന്നും തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുമെന്നും ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TV ബാബു പറഞ്ഞു. കുന്നംകുളത്തെ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു TV ബാബു. തെരഞ്ഞെടുപ്പിൽ SNDPയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാജേഷ്, BDJS നിയോജക മണ്ഡലം അധ്യക്ഷൻ ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ശിവൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തീരമേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ കടലോര ജാഗ്രതാ സമിതി ജില്ലാതല യോഗം തീരുമാനിച്ചു. കടലിൽ 24 മണിക്കൂറും തീരദേശ പോലീസ് ശക്തമായ പെട്രോളിംഗ് നടത്തും. കടലോര ജാഗ്രതാ സമിതികളും പെട്രോളിംഗിൽ സഹകരിക്കും. തീരദേശ സുരക്ഷയ്ക്കായി വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹായം തേടാനും യോഗം തീരുമാനിച്ചു. ASI മണികണ്ഠൻ, VN പ്രശാന്ത് കുമാർ, ജിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെങ്കിടങ്ങ് പ്രദേശത്തെ പ്രധാന റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഗതാഗതം താറുമാറാക്കുകയും ജനജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പന്തം കൊളുത്തി പ്രകടനം. മുൻ മണ്ഡലം പ്രസിഡന്റ് ആന്റോ ജോൺസൺ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് P ഹക്കീം, രജീഷ് MK, ജിൽസൺ തോമസ് എന്നിവർ സംസാരിച്ചു.
പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. പ്രകൃതി, സമൂഹം, സുസ്ഥിരത എന്ന വിഷയത്തിലുള്ള സെമിനാർ എത്തോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ S. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ A. രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുൽത്താൻ അഹമ്മദ് ഇസ്മായിൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ പ്രമോദ് കൊവ്വപ്രത്ത്, ഡോക്ടർ T. സാബു എന്നിവർ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് P. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തേരെഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള 10 തേരെഴുന്നള്ളിപ്പുകൾ രാത്രി തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ നേതൃത്വം നൽകി. പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ അന്തിക്കാട് മാങ്ങാട്ടുകര ആറ്റുപുറത്ത് ഉണ്ണികൃഷ്ണൻ നായർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അന്തിക്കാട് അയ്യപ്പ സേവാ സമിതിയുടെ മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം, ശരണകീർത്തി പുരസ്കാരം, തത്വമസി പുരസ്കാരം തുടങ്ങി ധാരാളം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ശാസ്താംപാട്ട് അവതരിപ്പിച്ച കലാകാരനാണ് ഉണ്ണികൃഷ്ണൻ നായർ. അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി പാവർട്ടി തജ്നീദ് ക്ലബ്ബ് ലോക കുരുവി ദിനം ആചരിച്ചു. കുരുവി സംരക്ഷണത്തിന്റെ സന്ദേശവുമായാണ് മരുതയൂർ AMLP സ്കൂളിൽ തജ്നീദ് ക്ലബ്ബ് പ്രവർത്തകരും വിദ്യാർത്ഥികളും കുരുവികൾക്ക് കൂടൊരുക്കിയത്. തജ്നീദ് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക PK ജെസി അധ്യക്ഷയായിരുന്നു. AK ഷിഹാബ്, ഷെഫി വെൺമനാട്, അമീർ, സുഹൈൽ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീമിന്റെ ഭാഗമായി ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അഗ്നിശമന ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ AL ലാസർ, ലീഡിംഗ് ഫയർമാൻ പോൾ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ റപ്പായി അധ്യക്ഷത വഹിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഗ്നിശമന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ AL ലാസർ അറിയിച്ചു. പാരമ്പര്യത്തിലും ആചാരത്തിലും കീഴ്വഴക്കങ്ങളിലും മാറ്റം വരുത്തിയാൽ കുഴപ്പമില്ലെന്നും അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറാൻ കഴിയില്ലെന്നും പ്രഭാഷകൻ ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പുത്തൻചിറയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ആധ്യാത്മികതയും ശാസ്ത്രീയതയും സമന്വയിപ്പിച്ച പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അനുഷ്ഠാന ലംഘനമാണ് ശബരിമലയിൽ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി TP പരമേശ്വരൻ നമ്പൂതിരി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ CK യുധി അധ്യക്ഷത വഹിച്ചു. SNDP മേഖലാ കൺവീനർ PK രവി, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വീണ്ടും വാർത്തയിലേക്ക്. പാലയൂർ കാവതിയാട് സുധീർ കുടുംബ സഹായ നിധി കൈമാറി. സഹകരണ ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA കുടുംബാംഗങ്ങൾക്ക് സഹായ ഫണ്ട് കൈമാറി. സഹകരണ ജീവകാരുണ്യ സമിതി രക്ഷാധികാരി NK അക്ബർ അധ്യക്ഷനായി. CK തോമസ്, B. ഉസ്മാൻ, ഹസീന സലീം എന്നിവർ സംസാരിച്ചു. VK ഗോപാലൻ രക്തസാക്ഷി ദിനാചരണത്തിന് മുന്നോടിയായി പെരിഞ്ഞനത്ത് പതാക ദിനവും കൊടിമര ജാഥയും നടത്തി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പതാക ഉയർത്തി. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, ജാഥ ക്യാപ്റ്റൻ KK സച്ചിത്, TK രാജു, KV രാജേഷ്, KK ആബിദ് അലി, TK രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 20ഓളം ദളിത് സംഘടനകൾ ഒന്നിച്ച് ആലത്തൂരിലെ സംവരണ സീറ്റിൽ മത്സരിക്കാൻ ധാരണ. സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. ദളിത് കോർഡിനേഷൻ, DSS, KPMS, ആദിവാസി മഹാസഭ തുടങ്ങി 20 സംഘടനകളുടെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടി നേതാവായ അഡ്വക്കേറ്റ് പ്രദീപ് കുമാറാണ് ആലത്തൂരിൽ മത്സരിക്കുന്നത്. ആലത്തൂരിൽ ദളിത് കോളനികളെ കേന്ദ്രീകരിച്ചുള്ള സ്ക്വാഡ് വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുമെന്നും കോർഡിനേഷൻ പ്രവർത്തകർ പറഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് എരുമപ്പെട്ടി മണ്ഡലം പ്രവർത്തക കൺവെൻഷനിൽ സ്വീകരണം നൽകി. UDF മണ്ഡലം ചെയർമാൻ MK ജോസ് അധ്യക്ഷനായി. അനിൽ അക്കര MLA, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, UDF മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു.
UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചാരണത്തിന് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ടാജറ്റ് അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി TN പ്രതാപൻ, മുൻ സ്പീക്കർ തെരമ്പൽ രാമകൃഷ്ണൻ, മുൻ മന്ത്രി KP വിശ്വനാഥൻ, MP ഭാസ്കരൻ നായർ എന്നിവർ സംസാരിച്ചു. UDF ചന്ദ്രാപ്പന്നി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. MK അബ്ദുൽ സലാം, CS രവീന്ദ്രൻ, CC ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നാട്ടിക നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ നിയമസഭാ സ്പീക്കർ തെരമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം UDF കൺവീനർ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. ജില്ലാ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, O. അബ്ദുൾ റഹ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പെരിങ്ങോട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ, CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, വിവിധ ഘടകകക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച തൃപ്രയാറിൽ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ നടക്കുന്ന പതാക ഉയർത്തലോടെ സമ്മേളനത്തിന് തുടക്കമാകും. സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് അഖിലേന്ത്യാ സെക്രട്ടറി KK ദിവാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംയുക്ത കൗൺസിൽ യോഗം KSSPU സംസ്ഥാന സെക്രട്ടറി C. അപ്പുക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രളയത്തെ തുടർന്ന് 17.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘടന നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി VV പരമേശ്വരൻ, ജില്ലാ പ്രസിഡന്റ് AP ജോസ്, KK കാർത്തികേയ മേനോൻ, EV ദശരഥൻ, ജോസഫ് മുണ്ടശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയായ സേതുമാധവനാണ് പരിക്കേറ്റത്. ഇയാളെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ലോക ദന്ത ആരോഗ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഡെന്റൽ നോഡൽ ഓഫീസർ ഡോക്ടർ KK ബിന്ദു വിഷയാവതരണം നടത്തി. അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ ബാബു, മാസ് മീഡിയ ഓഫീസർ ഹരിത, ഡോക്ടർമാരായ ഗൗതമൻ, സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. LDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു M. പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യ ചിറ്റിലപ്പള്ളി, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, കോൺഗ്രസ് S ജില്ലാ സെക്രട്ടറി CD ജോസ്, നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ സ്പാർക്ക് ലൈറ്റ്സ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 2012 ബാച്ച് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ PO ജെൻസൺ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MJ റാണി, സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ K. കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം GMLP സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഖില വേണി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ഷാജി അസീസ്, മധുരകം BPO TS സജീവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഷേധ ജ്വാലയായി COA പ്രക്ഷോഭം. പ്രാദേശിക ചാനലുകൾ ഇല്ലാതാക്കാൻ കുത്തക കമ്പനികൾക്ക് KSCB ഒത്താശ ചെയ്യുകയാണെന്ന് മുൻ MLA TU രാധാകൃഷ്ണൻ. മേഖലയിലെ മുഴുവൻ റോഡുകളും തകർത്ത ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതി. പൈപ്പ് സ്ഥാപിക്കാൻ കുഴികളെടുത്തത് അശാസ്ത്രീയമായെന്ന് ആരോപണം. ഗതാഗത നിയമലംഘനത്തിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. വടക്കാഞ്ചേരി എങ്കക്കാട് പുലിയിറങ്ങിയതായ അഭ്യൂഹം. ആശങ്കയോടെ പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.